വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർക്കാരിന്റെ അതിവേഗ ധനസഹായ വിതരണം 617 പേർക്ക് അടിയന്തര ധനസഹായമായ 10,000 രൂപയാണ് കൈമാറിയത്. അതേസമയം കാണാതായവർക്കായുള്ള ഇന്നത്തെ തെരച്ചിൽ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് വൈകുന്നേരത്തോടുകൂടി അവസാനിപ്പിച്ചു. ചൂരൽമലയിലെ കടകളും സ്ഥാപനങ്ങളും ശുചീകരിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ദുരിതബാധിത പ്രദേശങ്ങൾ ഇന്ന് സന്ദർശിക്കുകയും ചെയ്തിരുന്നു. സമഗ്രമായ വിവരങ്ങൾ നോക്കാം. തെരച്ചിലുമായി ബന്ധപ്പെട്ട് ധനസഹായ വിതരണവുമായി ബന്ധപ്പെട്ട സച്ചിൻ വള്ളിക്കാട് ചേരുന്നു. വയനാട് ദുരിതബാധിത മേഖലകളിൽ ഇന്നും ശക്തമായ രീതിയിൽ തന്നെയാണ് തിരച്ചിൽ നടന്നത്. ഇന്ന് വൈകിട്ടോടുകൂടെ ഈ ചില ഭാഗങ്ങളിൽ ദുരന്തബാധിത മേഖലകളായ ചൂരൽമല അതുപോലെ തന്നെ മുണ്ടക്കൈ മേഖലകളിലൊക്കെ മഴ പെയ്യുകയും അതുപോലെ തന്നെ ശക്തമായ കോട ഉണ്ടാകുകയും ചെയ്തതോടെ തെരച്ചിൽ വൈകിട്ടോടെ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. മാത്രമല്ല, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇന്ന് വലിയ രീതിയിലുള്ള ധനസഹായ വിതരണവും പൂർത്തീകരിച്ചിട്ടുണ്ട്. 617 പേർക്കാണ് ദുരിതബാധിതർക്ക് 10,000 രൂപ അടിയന്തര ധനസഹായമായി ഇന്ന് വിതരണം ചെയ്തത്. 10,000 രൂപ മൂന്ന് ദിവസം മുമ്പ് തന്നെ ഞങ്ങളെ അക്കൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട്. 10,000 രൂപ വെച്ചിട്ട് മിനിഞ്ഞാന്ന് അക്കൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട് പൈസ. ഈ ക്യാമ്പിൽ കഴിയുന്ന ഏകദേശം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരാൾക്കറ്റ ഒരു അക്കൗണ്ട് നമ്പറിൻ്റെ പ്രശ്നം വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ദുരിതം സംഭവിച്ച അന്ന് മുതൽ സർക്കാർ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്ന രീതി തന്നെയാണ് ഉള്ളത്. അപ്പോൾ അത് ഈ ക്യാമ്പിലും ധനസഹായത്തിൻ്റെ കാര്യത്തിലും ഒക്കെ നടന്നിട്ടില്ല. തീർച്ചയായിട്ടും ഉണ്ട്. സർക്കാർ നല്ല നടപടി എടുക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നുണ്ട്. ചെയ്തെല്ലാം റെഡിയാക്കി തരുന്നുണ്ട്. പൈസ ഞങ്ങൾക്ക് മിന്നാന്ന് കയറി, ഒരു കുഴപ്പമില്ല. ഭക്ഷണം എല്ലാ കാര്യവും സന്തോഷമാണ്. ഇനിയിപ്പോൾ പുതിയ താമസ സ്ഥലത്തേക്ക് പോകുമ്പോൾ വീട്ടാവശ്യത്തിന് വേണ്ട സാധനങ്ങളും തരാവാണ്ടിട്ടുണ്ട്. അത് ഞങ്ങളെ കൊണ്ടുപോകുമ്പോൾ തരാവാണ്ടിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമല തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ സന്നദ്ധ സേനകളും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ പോലീസിൻ്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു തിരച്ചിൽ. അതുപോലെ ഇന്ന് ചൂരൽമലയിലെ വിവിധ ഭാഗങ്ങളിൽ, അതായത് ചൂരൽമലയിലെ താഴ്ഭാഗത്തുണ്ടായിരുന്ന കടകളിലൊക്കെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ ശുചീകരണ പ്രവർത്തനങ്ങൾ സന്നദ്ധ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ വ്യാപാര വ്യവസായ സമിതികളുടെയും നേതൃത്വത്തിൽ നടന്നു. വലിയ രീതിയിലുള്ള പുനരധിവാസത്തിൻ്റെ പ്രവർത്തനങ്ങളും ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി മേപ്പാടിയിലും അതുപോലെ തന്നെ കൽപ്പറ്റയിലുമൊക്കെ വിവിധ ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ വകുപ്പുകളുടെയും അദാലത്തുകൾ അടക്കം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ രീതിയിൽ തന്നെ നാളെയും തിരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്.